പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനത്തിലാണ്. രാവിലെ മടക്കര ഹാർബറിൽ നിന്ന് തുടങ്ങി വൈകിട്ട് കയ്യൂരിൽ സമാപിക്കും. ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പൊതുപര്യടനം നാളെ കല്യാശ്ശേരിയിൽ നിന്ന് ആരംഭിക്കും. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, NDA സ്ഥാനാർത്ഥി ML അശ്വിനി എന്നിവരുടെ പ്രചാരണവും പുരോഗമിക്കുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ പൊതുപര്യടനം 3-ാം ദിവസത്തിലേക്ക് കടന്നു. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന ജയരാജന് ഊഷ്മള വരവേൽപ്പാണ് എല്ലാ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. UDF സ്ഥാനാർത്ഥി K സുധാകരന് ഇന്ന് പ്രചരണമില്ല. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് കണ്ണൂർ നിയോജക മണ്ഡലത്തിലാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് ഇന്ന് പര്യടനമില്ല. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ ബത്തേരി, മാനന്തവാടി മണ്ഡലങ്ങളിൽ പ്രചാരണത്തിലാണ്. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറുടെ പൊതുപര്യടനം വടകര അസംബ്ലി മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു. രാവിലെ 8:30 മേപ്പയിൽ നിന്ന് പ്രചരണം തുടങ്ങി. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും വടകര നിയോജക മണ്ഡലത്തിലാണ് പ്രചരണം നടത്തുന്നത്. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീം കോഴിക്കോട് നോർത്ത് മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. പുതിയങ്ങാടി, പാലക്കാട് നിന്ന് പര്യടനം തുടങ്ങി. UDF സ്ഥാനാർത്ഥി MK രാഘവൻ ബാലുശ്ശേരിയിൽ വോട്ടർമാരെ കാണുന്നു. NDA സ്ഥാനാർത്ഥി MT രമേശും പ്രചാരണ രംഗത്ത് സജീവമാണ്. മലപ്പുറം LDF സ്ഥാനാർത്ഥി V വസീഫ് മലപ്പുറം, മങ്കട മണ്ഡലങ്ങളിൽ പര്യടനത്തിലാണ്. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടിയിലും വോട്ട് തേടുന്നു. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ തിരൂരിലും UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി കോട്ടക്കലിലും പ്രചാരണം നടത്തുകയാണ്. പാലക്കാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഇന്ന് പ്രമുഖ വ്യക്തികളെ സന്ദർശിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് ഇന്ന് പര്യടനമില്ല. ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ പര്യടനം പറമ്പിക്കുളത്ത് പുരോഗമിക്കുന്നു. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പര്യടനം കൊടുവായൂർ, കൊല്ലങ്കോട് ഭാഗങ്ങളിലാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.